ഹലോ, വെൽക്കം ബാക്ക് ടു അവർ അനദർ വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണത് കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ നമ്മൾ കറൻ്റ് ഉള്ളത് മൂന്നാർ ബൈസൺ വാലിയുടെ ഒക്കെ ഒരു പരിസരത്താണ്. അപ്പോൾ ഈ ചായത്തോട്ടമൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊടൈക്കനാലിലൊരു ഹോം സ്റ്റേ ആണ് ഞങ്ങൾ പോകുന്നത്. അവിടുന്ന് പിന്നെ കൊടൈക്കനാലിലെ പല പല സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യും. വിശക്കുന്നുണ്ട്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നല്ലത് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകാൻ പോവാണ്. യെസ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടൈക്കനാലിൽ 2-3 സ്ഥലങ്ങൾ കവർ ചെയ്യും. നമ്മൾ 2 ദിവസമാണ് കൊടൈക്കനാൽ സ്റ്റേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ മൂന്നാർ വഴി കൊടൈക്കനാലിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ കറന്റ് ഉള്ളത് ബൈസൺ വാലിയിലാണ്. പൂപ്പാറ, ബോധിനായ്ക്കന്നൂർ, തേനി റൂട്ട് വഴിയാണ് നമ്മൾ കൊടൈക്കനാൽ പിടിക്കുന്നത്. അപ്പോൾ അവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ ഉണ്ടായ ഒരു കാര്യമാണ് പറയാൻ പോണത്. അപ്പോൾ നമ്മുടെ യാത്രയിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടായി. ഞാനിത് ആദ്യമായിട്ടാട്ടോ അനുഭവിക്കണത്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലല്ല, നമ്മൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കിടക്കാൻ നേരത്ത് പോലീസുകാർ കൈ കാണിച്ചു, നമ്മൾ നിർത്തി. അപ്പോൾ പേരും നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ അവർ എഴുതിയെടുത്തു, നമ്മളുടെ ലൈസൻസ് നമ്പർ. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്നെ ഓർക്കെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഓർക്കെന്താ സാധനം? അപ്പോൾ എന്നെ ഓർക്ക്. അപ്പോൾ അയാൾ പിന്നെയാണ് മനസ്സിലായത് വർക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ ചോദിച്ചു ശരി ചെക്ക് പോസ്റ്റ് പാത്ത് പോവുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളെന്താ ചെക്ക് പോസ്റ്റേ പാത്ത് പോകാനോ? അപ്പം ഞാൻ ചെക്ക് പോസ്റ്റിൻ്റെ വടിമിക്ക് നോക്കി. അപ്പം അയാൾ എന്നോട് ചോദിച്ചു പുടിയല്ലയാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്ത് തേങ്ങ ഇയാൾ പറഞ്ഞു വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായേ അയാൾ പൈസയാണ് ചോദിക്കുന്നത്, അതായത് ബ്രൈബ്, കറപ്ഷനാണ്. അപ്പോൾ അയാൾ ചോദിച്ചു ശരി ഒരു 100 രൂപ കൊടുന്ന് പറഞ്ഞു. അപ്പോൾ കേരള വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ തമിഴ്നാട്. പക്ഷെ അത് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാനത് അനുഭവിച്ചു. അപ്പം അങ്ങനെ അയാളോട് 100 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു 100 രൂപ ഒന്നും ഇല്ല, 20 രൂപ തരാമെന്ന് പറഞ്ഞു. കൊടുക്കാൻ പാടില്ല, പിന്നെ കച്ചറയാവണ്ടല്ലോ, നമ്മുടെ നാടാണ്, ഒരു പട്ടി പോലും ചോദിക്കില്ല എന്നുള്ളതുകൊണ്ട് 20 രൂപ കൊടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട് ബോർഡർ മൂന്നാറിന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഈ അലവലാദികൾ കൈ കാണിച്ചാൽ നിർത്താതിരിക്കുക, വണ്ടി നേരെ എടുത്ത് പോവുക. അപ്പോൾ അതാണ് എൻ്റെ അഡ്വൈസ്. അപ്പോൾ അങ്ങനെ കൈക്കൂലിയൊക്കെ കൊടുത്ത് നമ്മൾ ചുരം ഇറങ്ങിയിട്ട് ഒരു ചായ ബ്രേക്കിന് നിർത്തിയതാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മളുടെ ജേണി കണ്ടിന്യൂ ചെയ്തു. കൊച്ചിയിൽ നിന്ന് ഏകദേശം 7 hours കൊടൈക്കനാലിലേക്കുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 300 kilometers നമുക്ക് കവർ ചെയ്യാണ്ട്. അതുപോലെ ഒരു അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡ് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് പാലക്കാട് പഴനി റൂട്ട് എടുക്കുന്നതായിരിക്കും. റോഡൊക്കെ അടിപൊളിയാണ്. പാലക്കാട് പഴനി റോഡ് മൂന്നാർ വരെ എത്തുന്ന റോഡായാലും മൂന്നാറിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്ന റോഡായാലും വളരെ മോശമാണ്. റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കൊടൈക്കനാൽ എത്താറായി എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സിഗ്നലാണ് ഈ ഒരു കോടമഞ്ഞ്. ഉച്ച ഏകദേശം 12 മണി 1 മണിയായിരുന്നു സമയം. എന്നാലും ഈ കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു റോട്ടിലൊക്കെ. നമ്മൾ കൊടൈക്കനാലിൽ നിന്നും ഒരുപാട് ഹൈറ്റിലുള്ളൊരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തത്. ക്ലൗഡ് വാക്സ് എന്നാണ് ഹോം സ്റ്റേയുടെ പേര്. ആ ഹോം സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഈ സൺലൈറ്റ് കോടയിലടിച്ച് നല്ലൊരു കിടിലം വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ ക്ലൗഡ് വാക്സ് ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഹിൽ സ്റ്റേഷൻസ് പോകുമ്പോൾ നമ്മളധികം പ്രിഫർ ചെയ്യാറ് ഇതുപോലെയുള്ള ഹോം സ്റ്റേകളാണ്. റിസോർട്ട്സിനെക്കാട്ടിലും അല്ലെങ്കിൽ ലോഡ്ജിനെക്കാട്ടിലും എന്തുകൊണ്ടും സേഫും അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹോം സ്റ്റേസ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഹോം സ്റ്റേസ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഒരു ഔട്ട് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ വീട്ടിൽ സെറ്റപ്പ് ചെയ്തൊരു എഫക്റ്റായിരുന്നു ഈ ഒരു ഹോം സ്റ്റേയിൽ വന്നപ്പോൾ. എല്ലായിടത്തും വെറൈറ്റി ആയിട്ടുള്ള പല പല ടൈപ്പുകളുള്ള പൂവുകളും ഇലകളും. ഞാൻ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അന്ന് എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഈവനിങ് വെറുതെ ക്ലൗഡ് വാക്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഈ ഒരു ഹോം സ്റ്റേക്ക് എന്തുകൊണ്ടാണ് ക്ലൗഡ് വാക്സ് എന്ന് പേര് വന്നത് എന്നുള്ളതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ മേഘം പങ്ങിക്കിട്ടുപോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുള്ളതുകൊണ്ടാണ് ഇത് ക്ലൗഡ് വാക്സ് എന്നുള്ള പേര് വന്നത്. ചില സമയത്ത് നമുക്കിങ്ങനെ മേഘത്തിൻ്റെ മേതൊക്കെ നടക്കുന്ന പോലെയൊക്കെ ഇവിടെ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വുഡ് ഫയർഡ് പിസ്സയാണ്. നല്ല കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ അവിടെ കണ്ടൊരു ബുക്ക് വായിച്ചു. അപ്പോൾ ഇത് മസാല മന്തി എന്ന് പറഞ്ഞൊരു ബുക്കാണ്. നല്ലൊരു അടിപൊളി റീഡായിരുന്നു. ഒരു 3-4 പേജ് വായിച്ചു. അപ്പോൾ അതിലിങ്ങനെ ഡിഫറെൻറ്റ് ഡിഷസിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡിയാകുന്നവരെ നമ്മളതൊക്കെ വായിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മളുടെ പിസ്സ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പിസ്സയായിരുന്നു. ക്രസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പിസ്സയൊക്കെ കഴിച്ച് നമ്മളൊരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. അതിന് പിറ്റേ ദിവസം നമ്മൾ മോർണിംഗ് സ്കൈ ആണ് കാണുന്നത്. അപ്പോൾ മോർണിംഗ് സ്കൈയിൽ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നൊരു വീഡിയോ നമ്മളവിടെ ടൈം ലാപ്സിലെടുത്തു. ഭയങ്കര അടിപൊളിയായിരുന്നു ഇവരുടെ മോർണിംഗ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലൗഡ് വാക്സിൻ്റെ ടെറസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കൊടൈക്കനാൽ ഇങ്ങനെ കാണാൻ കഴിയും.
അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ മോർണിംഗ് വ്യൂ. ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ടെറസിൻ്റെ മേളിൽ പോയി നിന്ന് ചായയൊക്കെ കുടിച്ച് ഈ ഒരു സൺറൈസ് കാണാൻ വേറൊരു ലെവൽ ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള കൊടൈക്കനാൽ സോളാർ ഓർബിറ്ററിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഫ്രഷപ്പായി നമ്മൾ നേരെ കൊടൈക്കനാൽ സോളാർ ഓർബിറ്ററിക്ക് സൂര്യനെ ടെലസ്കോപ്പിലൂടെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കൊടൈക്കനാലിലെ സോളാർ ഓർബിറ്ററി. ഇവിടെ എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വെറും 50 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ്. എവിടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്? സോളാർ ഓർബിറ്ററി എന്നുവെച്ചാ സോളാർ ഓർബിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂര്യനെ നമ്മൾ ടെലസ്കോപ്പ് കൂടെ ഇങ്ങനെ കാണാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് സോളാർ ഒബ്സർവേറ്ററിക്കുള്ള റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്. ഇത് ബൈക്കും കാറൊന്നും ഇതിലൂടെ ട്രാവൽ ചെയ്യില്ല, നമുക്ക് ജസ്റ്റ് വാക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അധികം ആർക്കും അറിയാത്തൊരു സംഭവമാണ് ഈ ഒരു സോളാർ ഒബ്സർവേറ്ററി. ഇവിടെ കഴിഞ്ഞ വർഷമാണ് 125th ആനിവേഴ്സറി വരെ ആഘോഷിച്ചത്. സോളാർ ഡാറ്റ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നത് ഈ ഒരു സോളാർ ഒബ്സർവേറ്ററി എന്നാണ്. So you can close any one of your eyes. And you can see here, so the image look orange in color circle, and there are few black color dots you can able to view. So those are actually sunspots. So we are observing the sunspots here. Sunspots. It's like the flames, right? Not a flame. That's like the activity that happening in the sun. Oh. Oh. I can see more than 3. ചെറിയ ബ്ലാക്ക് സ്പോട്ട് കണ്ടോ? അപ്പോൾ ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് സൺസ്പോട്ട്സ് നേരിട്ട് കണ്ടു. അതായത് നേരിട്ടല്ലെങ്കിലും ടെലിസ്കോപ്പിലൂടെ നമ്മളത് കണ്ടു. ആദ്യമായിട്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്താ എന്തെങ്കിലും കാണുന്നുണ്ടോ ജാഗു? ഓക്കെ, കം ഓൺ ലെറ്റ്സ് ഗോ. ഒന്നുകൂടെ നോക്കിക്കേ, ഒന്നുകൂടെ നോക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന അധിക ടെലസ്കോപ്പുകളും ഡമ്മി ടെലസ്കോപ്പുകളാണ്. ഇതിൻ്റെ മീതെ, അതായത് ഇതിൻ്റെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒറിജിനൽ ടെലസ്കോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പബ്ലിക്കിന് ആക്സസിബിൾ അല്ല. ഇവിടെയാണ് ഇവരുടെ ഒറിജിനൽ ടെലസ്കോപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ റിസർച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. അതൊന്നും പബ്ലിക്കാക്കാത്തത് എന്തോ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. യെസ്, ഇപ്പോൾ നമ്മൾ സോളാർ ഓർബിറ്ററിൽ പോയി നമ്മൾ സണ്ണിലെ എന്താ കണ്ടത് അബു? സൺസ്പോട്ട്സ് കണ്ടു, ഡാർക്ക് സ്പോട്ട്സ്, അതൊക്കെ കണ്ടു. എന്നിട്ട് നമ്മളിനിപ്പോൾ എവിടെ പോകണമെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരും ഇല്ല ഇവിടെ, വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം തോന്നുന്നു. ആരും ഇല്ല ഇവിടെ, ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സോളാർ ഒബ്സർവേറ്ററി ഒന്ന് വിസിറ്റ് ചെയ്യുക, അടിപൊളിയാണ്. 50 രൂപയാണ് എൻട്രൻസ് ഫീസ്. ഈ ഒരു സോളാർ ഒബ്സർവേറ്ററിയുടെ തൊട്ട് ഓപ്പോസിറ്റാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ റോസ് ഗാർഡൻ. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലായിരുന്നു അവിടെ, കാരണം ഡിസംബർ മാസം ആയതുകൊണ്ട് പൂവും കായൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കോക്കേഴ്സ് വാക്കിലേക്കാണ്. ഇതാണ് കോക്കേഴ്സ് വാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് കോക്കേഴ്സ് വാക്കിലാണ്. ഇവിടെ ഒരു കൊക്കയാണ്, അതുകൊണ്ടാണ് കോക്കേഴ്സ് വാക്ക് എന്നുള്ള പേര്. അങ്ങനെ ഇൻ്റർനാഷണൽ ചളിയൊക്കെ കേട്ടിങ്ങനെ നടക്കുകയാണ്. കോക്കേഴ്സ് വാക്കേ കോക്കർ സാഹിബ് നടന്ന വഴിയാണത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ, ഇതിലൂടെയാണ് കോക്കർ സാഹിബ് മോർണിംഗിൽ നടന്നിട്ടുള്ളത്. ഏകദേശം ഒരു 1 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോക്കേഴ്സ് വാക്കിലാണ്. നമ്മളിപ്പോൾ കൊടൈക്കനാൽ സായിപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കോക്കർ സായിപ്പിന്റെ ഫുൾ നെയിം എന്താ? കോക്കർ സാഹിബ്. അപ്പോൾ കോക്കർ സാഹിബ് നടന്ന വഴിയാണ് കോക്കേഴ്സ് വാക്ക്. കോക്കർ സാഹിബ് മോർണിംഗ് വാക്ക്. കോക്കർ സായിപ്പ് നടന്ന വഴി മൊത്തം കല്ല് വിരിച്ച് ഇതൊക്കെ കാണുമ്പോൾ അടിപൊളി. പക്ഷേ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ കച്ചവടങ്ങളും എന്താ പല പല സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടക്കുമ്പോൾ ആ വൈബ് കിട്ടില്ല. കാരണം നമ്മൾ കാണുന്ന വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സെറീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം. അപ്പോൾ പിന്നെ എന്തൊക്കെയാ പിന്നെ നമ്മളിനി അടുത്ത് എവിടെയാണ് പോകാൻ പോണത്? അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോണത് ബ്രയാൻഡ് പാർക്കിലാണ്. അപ്പോൾ നമ്മൾ സോളാർ ഓർബിറ്ററി കണ്ടു, ലേക്ക് വ്യൂ പോയിന്റ് കണ്ടു. പിന്നെ എന്താ കണ്ടത്? വേറൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിന്റേജ് ലവർ മ്യൂസിയം കാണാൻ പോകും. ഇതൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്സിൽ തിരഞ്ഞു കണ്ടുപിടിച്ച് പോണതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ അപ്പോൾ തണുപ്പൊന്നുമില്ല, ഡിസംബർ ആണെങ്കിലും വലിയ കാര്യമായിട്ട് തണുപ്പ്, രാത്രി നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നടക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ കോക്കേഴ്സ് വാക്കിൽ കോക്കർ സാഹിബ് നടന്ന വഴികളിലൂടെ ഒരു
ഒരു നടത്തം. വലിയ ഫണ്ണൊന്നും ഇല്ലാത്തൊരു, അത്ര ഫണ്ടൊന്നുമില്ല. പക്ഷെ ഇതിന് മുന്നേ ഇവിടെ കുറച്ച് ഗ്രീനറി ഒക്കെ ആയിരുന്നു. ഞാനൊരു 8-10 കൊല്ലം മുന്നേ വന്നപ്പോൾ കുറച്ചും കൂടെ നല്ലതായി, കുറച്ചും കൂടെ ഈ കട്ടൊന്നും പതിക്കാതിരുന്നപ്പോഴാണ് നല്ലതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കോക്കേഴ്സ് വാക്കിൽ വന്നിട്ട് നമ്മൾ ഐസ്ക്രീം ട്രൈ ചെയ്യണം. ഞാൻ റെഡ് വെൽവെറ്റ് ചോക്ലേറ്റ്. റെഡ് വെൽവെറ്റ് കൊള്ളാട്ടോ അല്ലേ. ബേസിക്കലി കോക്കർ സാഹിബ് നടന്നു എന്നതിലപ്പുറം 1872 ബ്രിട്ടീഷ് ലൂട്ടൻ്റായിട്ടുള്ള കോക്കർ എന്ന് പറഞ്ഞൊരു സാഹിബാണ് ഈ ഒരു വഴി ഉണ്ടാക്കിയത്, ഈ ഒരു പാത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കോക്കേഴ്സ് വാക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ ഗുണ കേവ്സിലേക്കാണ് പോകുന്നത്. ഗുണ കേവ്സ് പ്രത്യേകിച്ച് ഗുണ കേവ്സ് നമ്മുടെ ഡെവിൾസ് കിച്ചൺ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഗുണ കേവാണ്. ഈ കോക്കേഴ്സ് വാക്ക് എന്ന ഗുണ കേവിക്കുള്ള റോഡ്. അപ്പോൾ ഗുണ കേവ്സിക്കുള്ളൊരു എൻട്രൻസിൻ്റെ അവിടെയാണ് നമ്മൾ. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വഴിക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള പില്ലർ റോക്ക് വ്യൂ പോയിന്റിലാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണ കേവ്സിൻ്റെ ആ ഒരു പില്ലർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ. കുറേ ആനയുടെ പ്രതിമയൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് ഈ ഒരു സ്ഥലം. പണ്ട് ഇവിടെ ഒരു മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമായിരുന്നു, ഇപ്പോൾ അവർ നല്ല സൂപ്പറാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനെ. പിന്നെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് മാക്സിമം ഗുണ കേവ്സിൻ്റെ അടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കുറേ ആൾക്കാർ കുറേ വിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പാർക്കിംഗ് മേളിൽ ഇല്ലാന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല. ഗുണ കേവ്സിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ കാറ് അല്ലെങ്കിൽ ബൈക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഗുണ കേവ്സിൻ്റെ ഒരു വ്യൂ. അന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈയും അതുപോലെ തന്നെ നല്ലൊരു വ്യൂവും നമുക്ക് ഗുണ കേവ്സിന് കാണാൻ പറ്റി. ഗുണ കേവ്സ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് സ്കൂൾ പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗുണ കേവ്സിൽ നിന്ന് തിരിച്ച് നമ്മുടെ ക്ലൗഡ് വാക്സിലേക്ക് പോയി. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു ദിവസം കറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ കറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹോം സ്റ്റേയുടെ താഴെ ഒരു ഫാമിലി ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോം സ്റ്റേയുടെ നൈറ്റ് എന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോം സ്റ്റേയിൽ. അപ്പോൾ എന്താ പറയാനുള്ളത്? നമ്മളെ ഇവിടുത്തെ ഓണറിന്റെ മകനായിട്ട് കമ്പനിയായിട്ട് ഇപ്പോൾ സ്കൈ കാണാൻ പോവാം. യെസ്, ക്ലൗഡ് വാക്സിന്റെ മേളില് നമ്മുടെ രുദ്ര സെറ്റപ്പ് ചെയ്യാണ് ഈ ടെലസ്കോപ്പ്. സോ നമ്മളിപ്പോ സാറ്റേൺ കണ്ടു, ജൂപ്പിറ്റർ കണ്ടു, മൂണിലെ ക്രേറ്റേഴ്സ് കണ്ടു. പിന്നെന്താ കണ്ടത്? ഓറിയോൺ നെബുല കണ്ടു. പിന്നെ എന്തൊക്കെയാ കണ്ടത്? We also found that one. A bunch of that weird star. Oh yeah, party star. അങ്ങനെ കുറെ ഏതൊക്കെയോ അൺഐഡന്റിഫൈഡ് സ്റ്റാർസ് ഒക്കെ നമ്മൾ കണ്ടു. ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. ചർച്ചിന്റെ മുകളിൽ നല്ല തണുപ്പാണ്. ഇതൊക്കെയാണ് ക്ലൗഡ് വാക്സിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളങ്ങനെ നൈറ്റ് സ്കൈ ഒക്കെ കണ്ടപ്പോഴേക്കിന് നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നാസി ഗോരങ്ങാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നാസി ഗോരങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ ഡിഷാണ്. ഇവിടുത്തെ നാസി ഗോരങ് വേറെ ലെവലായിരുന്നു. ഇനി തണുപ്പത്ത് അങ്ങനെ ഓവർ ടേസ്റ്റ് തോന്നിയതാണെന്നറിയില്ല, പക്ഷേ സംഭവം കിടിലായിരുന്നു. നല്ല റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് അതിൽ ചിക്കൻ പീസൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു ഡിന്നറാണ് നമ്മൾ ക്ലൗഡ് വാക്സിൽ നിന്ന് കഴിച്ചത്. നാസി ഗോരങ് കഴിക്കാൻ പോകണം. കഴിച്ചിട്ട് പറയാം. എന്താ കഴിക്കണം? ഹക്ക നൂഡിൽസ് ആൻഡ് ഡ്രാഗൺ ചിക്കൻ. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ക്ലൗഡ് വാക്സിനോട് ബൈ ബൈ പറയാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിന്നും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കൊടൈക്കനാൽ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്തിരിക്കേണ്ട ഒരു പ്ലേസാണ് ഈ ഒരു ക്ലൗഡ് വാക്സ് ഹോം സ്റ്റേ. ആൾസോ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂസീവ് സ്റ്റേ കൂടെയാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് വറി ചെയ്യേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അതായത് നമ്മുടെ റെൻറ്റിൽ തന്നെ അത് ഇൻക്ലൂസീവാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ് ക്ലൗഡ് വാക്സിൻ്റെ ഒരു ഔട്ട് സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇവരുടെ ഈ ഒരു പരിസരത്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുന്നവരെ നമ്മൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ടാക്സി സർവീസുണ്ട്. നമ്മൾ കുറച്ച് ദൂരമുണ്ട് ഈ ഒരു ഹോം സ്റ്റേക്ക്. അപ്പോൾ നമ്മളെ അവിടെ ഒന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളെ ഈ ഹോം സ്റ്റേക്ക് എത്തിച്ചും കൂടെ അവർ തരും.
അപ്പോൾ അതിന് അഡീഷണൽ ഒരു 700 or 800 റുപ്പീസ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മുടെ ക്ലൗഡ് വാക്ക് ഹോം സ്റ്റേയിലെ. ഒരു വൈഡ് വെറൈറ്റി ഓഫ് മെനൂസ് ഉണ്ട് ഇവിടെ. എവിടെ വിളിക്കാം ഇപ്പോൾ? ഇതാണോ സ്പൈസ് കഫേ? യെസ്. യബു അമ്പും വില്ലും മലപ്പുറം കത്തി അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ദാസനും വിജയനും പറഞ്ഞ പോലെ അമ്പും വില്ലും മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് മാത്രമല്ല, അങ്ങനൊരു എന്തൊരു കൊട്ടില് പോലെ സാധനം കൊടുത്തിട്ട് ഇതാണ് സംഭവം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഫുഡ് ഉള്ളത്? ഓ ഇഡ്ഡലി, ദെൻ ഓക്കെ എന്താ ദാലല്ലേ? പൊങ്കൽ 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 ഉപ്മാവല്ല പൊങ്കൽ. ഓ ഇങ്ങനെ സ്വീറ്റ് ഇത് ഉപ്മാവ്. പോഹ പോഹ ചട്നി. യെസ്. കൊടൈക്കനാലിനോട് ബൈ ബൈ പറയാണ്. സഖ്യാബു സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? യാബു സ്റ്റേ നല്ലതായിരുന്നു, ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ സ്റ്റേ വാസ് വെരി നൈസ്. ഫുഡ് അടിപൊളിയായിരുന്നില്ലേ? ഫുഡ് അടിപൊളിയായിരുന്നു. സോ നമ്മൾ ക്ലൗഡ് വാക്സിനോട് ബൈ ബൈ പറയാൻ പോവാണ്. സോ ബൈ ബൈ. അപ്പോൾ അതായിരുന്നു നമ്മുടെ വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.